പത്തനാപുരമുണ്ട്. ഹരി പത്തനാപുരം, താങ്കൾ പലപ്പോഴും ഈ അനാചാരങ്ങൾക്കെതിരെ നിലപാടെടുത്തിട്ടുള്ളയാളാണ്. ജ്യോത്സ്യത്തിൻ്റെ പേരിലൊക്കെ തട്ടിപ്പ് നടത്തുന്നവരെ തുറന്നു കാട്ടിയിട്ടുള്ളവരുമാണ്. ഞങ്ങളെ അത്ഭുതപ്പെടുന്ന കാര്യം, ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ വീട്ടിൽ ഇത്തരം കൂടോത്ര ശ്രമം നടന്നപ്പോൾ അദ്ദേഹം കൂടി അതിൽ വിശ്വസിക്കുകയാണ്. ആ ശബ്ദത്തിൽ അതുണ്ട്. ഇക്കാലത്തും ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നവരുണ്ടല്ലേ? തീർച്ചയായിട്ടും നല്ലോണം വിശ്വസിക്കുന്നവരുണ്ട്. ഞാൻ ശരിക്കും വിഷ്വൽസ് എന്താണെന്ന് കണ്ടിട്ടില്ല. ഞാൻ മറ്റൊരു പ്രോഗ്രാമിന്റെ ഇടയിലാണ് സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ സ്ഥിരമായി പറയുന്ന ഒരു കാര്യമാണ്, ഇത് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇതിലെ പ്രശ്നം എന്താ പറയാ, ഇപ്പം ഈ ബഹുമാന്യനായ KPCC പ്രസിഡന്റ് ഇത് വിശ്വസിക്കുന്ന ആളാണെങ്കിൽ ഇതിലൊരു അപകടമുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഈ വിശ്വാസികളെ ഇത് വല്ലാണ്ട് തകർക്കും. കാരണം ഇവരിങ്ങനെ ചെയ്തു എന്ന് വിശ്വസിച്ചാൽ നാളെ അവർക്ക് കാല് തട്ടിയാലും പനി വന്നാലും ജലദോഷം വന്നാലും പൈസ കളഞ്ഞു പോയാലും എന്തു വന്നാലും ഇവർ ഇതാണെന്ന് ചിന്തിക്കും. ഇത് ശരിക്കും പറഞ്ഞ ഒരു മാനസികമായി തകർക്കാനുള്ള ഒരു ശ്രമം കൂടി ഇതിലുണ്ട്. ചിലപ്പം അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ ഇത് കൊണ്ടുവന്നിട്ടുണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ അത് സംഭവിക്കും. പണ്ട് വളരെ അറിയപ്പെടുന്ന ഒരു ആൾ, അദ്ദേഹം സിനിമാ മേഖലയിലൊക്കെയുള്ള ഒരാളാണ്, വളരെ അറിയപ്പെടുന്ന ഒരു ആളുടെ അദ്ദേഹത്തിന്റെ വീട്ടിലെ പുൽത്തകടിയിലെ പുല്ലിങ്ങനെ മാറി കിടക്കുന്നു. എന്നിട്ട് അദ്ദേഹം നോക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ കുടവും അതിൽ കുറച്ച് തകിടും കൂടും ഒക്കെ ഉണ്ട്. അപ്പൊ ഇദ്ദേഹം വളരെ വിഷമിച്ച് വളരെ തകർന്ന് മാനസികമായി എന്നെ വിളിച്ചു. കുറെ ദൂരെയാണ്. ഞാനപ്പം ഒരു ഉച്ചയോടുകൂടി അവിടെ ചെന്നിട്ട് അപ്പൊ അദ്ദേഹം എന്നെ എടുത്ത് കാണിച്ചു ഇങ്ങനെ സംഭവം എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു ചേട്ടാ, ഇത് ആ പുൽത്തകിടി മാറ്റിയിട്ട് അവിടെ കുഴിച്ചിട്ടാക്ക് ആ പുൽത്തകിടി തിരിച്ചങ്ങോട്ട് ഫിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം അതൊന്നും നേരെ വെച്ചാൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം കുഴിച്ചിട്ടു എന്ന് ഒരു മനുഷ്യൻ പോലും അറിയില്ല. ഇത് മാറ്റിയിട്ടത് എന്തിനാണ്? ഇതിങ്ങനെ വെച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിയാൻ വേണ്ടിയാണ്. അങ്ങനെ അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇദ്ദേഹം വിശ്വാസി ആയതുകൊണ്ട് നാളെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ കാര്യങ്ങളും ഇതുകൊണ്ടാണെന്ന് ചിന്തിക്കും. എന്നാലും എനിക്ക് അത്ഭുതം തോന്നുന്നത്, ഈ ബഹുമാനായ സുധാകരൻ സാറും രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള ഒരു MP ഒക്കെ ഇപ്പോഴും ഇങ്ങനെ കൂടുപാത്രം ചെയ്ത ആളുകളെ തകർക്കാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നുണ്ട് എന്ന് കേൾക്കുമ്പോഴാണ് നമുക്കൊരു അത്ഭുതം വരുന്നത്. അങ്ങനെയൊക്കെ ഈ ലോകത്ത് ആരെങ്കിലും തകർക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ ആദ്യം തകർക്കപ്പെടുന്ന ഒരാൾ ഞാനാണ്. കാരണം ഞാൻ എല്ലാ ദിവസവും ഈ ദുർമന്ത്രവാദികളെ ഡെയിലി വായി വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എന്നാൽ പിന്നെ ഇവർക്ക് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. എനിക്കെതിരെ ഒരു കൂടുപാത്രം ചെയ്ത് എന്നെ അങ്ങ് നശിപ്പിച്ചാൽ പോരെ. ഇത് വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അപകടം. വിശ്വസിക്കുന്നവർക്ക് നാളെ ജീവിതത്തിൽ എന്ത് അസുഖം വന്നാലും എന്തു വന്നാലും ഇതാണെന്ന് കരുതും. അതാണ് ഇതിപ്പം ഇവര് മാത്രമല്ലെന്നേ, ഇതിപ്പോ വലിയ പുരോഗമനവാദികൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ഒരു യുക്തിവാദിയായിട്ടുള്ള ഒരു എന്റെ സുഹൃത്തിനോട് ഞാൻ നാളെ ചോദിച്ചപ്പോൾ പോലും പറയാൻ പഠിക്കുകയാണ്. കാരണം എല്ലാവർക്കും ഇങ്ങനൊരു ഭയമുണ്ട്. ഈ ശത്രു, കൂടുപാത്രം, അങ്ങനത്തെ കാര്യങ്ങൾ പല ആളുകളുടെ മനസ്സിലുണ്ട്. എന്ത് ചെയ്യാനാ? ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഇത്തരം കാര്യങ്ങൾ, അതായത് സുധാകരനെ പോലെ അല്ലെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ളവരൊക്കെ ഈ ഇങ്ങനെ തുറന്ന് ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇത്തരം അന്ധവിശ്വാസങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ നടത്തുന്ന ജ്യോത്സ്യന്മാർക്കോ ജ്യോതിഷികൾക്കോ മന്ത്രവാദികൾക്കോ അവർക്ക് ഒന്നുകൂടി ഊർജം പകരുന്ന ഒരു നീക്കമായി ഇത് മാറുകയാണ്. ഫലത്തിൽ സംഭവിക്കുന്നത് തീർച്ചയായിട്ടും എന്തറിയാവോ, ഇത് കേൾക്കുന്ന സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ ചിന്തിക്കും, ഇത്ര വലിയ ആളുകളായിട്ട് പോലും ഇവരൊക്കെ ഇത് ഭയക്കുകയും ഇതിന് പരിഹാരം ചെയ്യുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ഈ മാഫിയ ആളുകളുണ്ട്, ഇത് പരിഹാരത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന മാഫിയ ആളുകൾ, അവർക്കിത് ഗുണമാണ് ഉണ്ടാക്കുക. ശരിക്കും നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ കൂടുപാത്രം ചെയ്തു കൊടുക്കപ്പെടും എന്നൊരു പരസ്യം നമ്മൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇതിന് പരിഹാരമാണ് ചെയ്യുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസവും പറഞ്ഞു, ശത്രു എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലാണ്. ഇപ്പൊ സുധാകരൻ സാറിന്റെയും രാജ്മോഹൻ ഉണ്ണിത്താൻ സാറിന്റെയും ഉള്ളില് ശത്രു കയറിയിട്ടുണ്ട്. എന്ത് ശത്രുവാണ്? ആരോ ഞങ്ങൾക്കെതിരെ എന്തോ ചെയ്തു എന്നുള്ളൊരു ശത്രു. ആ ശത്രു അവരെ ഉള്ളിലിരുന്ന് ഇങ്ങനെ പറഞ്ഞ് അവരുടെ കുഴപ്പത്തിലേക്ക് അവരെ നയിക്കും. ഇത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ശരിക്കും വിശ്വാസികൾ ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളായി മാറാൻ മാത്രമേ ഇത് ഉപകരിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ വലിയ ആളുകളൊക്കെ അവർ ശ്രദ്ധിക്കുക. ഇങ്ങനെ പുറത്തിരുന്നുകൊണ്ട് ആരെങ്കിലും നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ പാകിസ്ഥാനെതിരെ ഞാൻ കൂടുപാത്രം ചെയ്താൽ പോലെ. എന്തിനാണ് ഇത്രയും പ്രതിരോധത്തിന് വേണ്ടിയൊക്കെ പൈസ കളയുന്നത്? നാളെ ഇവർക്ക് അധികാരം കിട്ടിയാൽ കൂടുപാത്രം ചെയ്തവര് നമ്മുടെ ശത്രുക്കൾ വരുമ്പോൾ അല്ലെ തീവ്രവാദികൾ നുഴഞ്ഞു കയറുമ്പോൾ കൂടുപാത്രം ചെയ്ത പൊട്ട തീവ്രവാദിക്ക് നേരെ എറിഞ്ഞാൽ അയാൾ നശിച്ചു പോകും. ഒരു ചിന്തി പറയും. ഈ ഒരു കാര്യമുള്ളത്, ഈ ഒരുപക്ഷെ സുധാകരൻ ഇതിൽ വിശ്വാസം എത്രമാത്രം തീവ്രമാണ് അത് നമുക്കറിയില്ല. അത് അദ്ദേഹം തന്നെ വ്യക്തമാക്കേണ്ട കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തെ കൊടുക്കാൻ ഇത്തരം ഒരു മാർഗം ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അതിന്റെ ഒരു പ്രയോഗത്തിനപ്പുറം ഇത് സുധാകരൻ ഒന്ന് ടെൻഷൻ ആവട്ടെ, അദ്ദേഹത്തിന് ഒരു പ്രതിസന്ധി ഉണ്ടാവട്ടെ എന്ന് ചിന്തിച്ച ഒരാളാവാം അല്ലെ? തീർച്ചയായിട്ടും. ഇത് നമ്മളുടെ എനിക്ക് തോന്നുന്നു VM സുധീരൻ സാർ കുറെ നാൾ അദ്ദേഹത്തിന്റെ പറമ്പിൽ ഇങ്ങനെ കുഴിച്ചിട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഒരു CCTV വെച്ചാൽ പിടിക്കാൻ കഴിയുന്ന ഉള്ളിൽ ആരാണ് അദ്ദേഹം പറഞ്ഞ് സ്ഥിരമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ബഹുമാന്യനായ സുധാകരൻ സാർ ഇതിൽ വിശ്വസിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയ ആരോ ഒരു കുബുദ്ധികൾ
അദ്ദേഹത്തെ മാനസികമായി തളർത്താൻ വേണ്ടി ചെയ്ത ഒരു കാര്യമാണിത്. ഇതിനപ്പുറം ഇത് എഫക്ട് ചെയ്യാനാണെങ്കിൽ ഈ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റീഷ്യൻസ് കൂടുപാത്രം ചെയ്ത് നശിപ്പിച്ചാൽ പോരെ. അല്ലെങ്കിൽ ഈ ജോലിക്കന്മാരും മന്ത്രവാദികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുപാത്രം ചെയ്ത് പരസ്പരം നശിപ്പിക്കുകയല്ലേ ഉള്ളൂ. ഇത് സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികളിൽ ചിലപ്പോൾ ഒരു വലിയ ആളുകളായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ മാത്രം എന്തിനാണ് വിശ്വസിക്കാതിരിക്കുന്നത് എന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാകാൻ ഇടയുണ്ടാവും. അതാണ് പ്രശ്നം. ഒരു കാര്യം കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പക്ഷേ ഇത് കാണുന്ന പ്രേക്ഷകർ ആരെങ്കിലും തെറ്റിദ്ധരിച്ചപ്പെടുത്താൽ അവരെ കൂടി നമുക്കൊന്ന് ബോധവൽക്കരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പുതിയ കാലഘട്ടത്തിലും ഈ സിനിമാ രംഗത്തും മറ്റുമുള്ളവർ ഇപ്പോഴും ഇതിന് പിന്നാലെ പോയി ഇതിൽ വിശ്വാസം വെക്കുന്ന ചിലരുണ്ടല്ലേ, ഈ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർക്ക് പുറമെ, അവരെ കൂടി നമുക്ക് തുറന്നു കാട്ടേണ്ടതുണ്ടല്ലേ? തീർച്ചയായിട്ടും ഇത് വലിയ, അതായത് എപ്പോഴും എവിടെയെന്നറിയോ, ഈ വലിയ സമ്പത്തുണ്ടാകുമ്പോൾ, വലിയ പണം ഉണ്ടാകുമ്പോൾ, പ്രതാപം ഉണ്ടാകുമ്പോൾ അവർ തന്നെ അവർക്ക് ശത്രുക്കൾ സ്വാഭാവികമായിട്ടുണ്ടാവും. അപ്പോഴാണ് ഇവർ കൂടുതൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ഭയക്കുന്നത്. അപ്പോ ഇതിൽ ഈ മറ്റൊരാൾ നമുക്കെതിരെ എന്തോ ചെയ്തു, മറ്റൊരാൾ നമ്മളെ നശിപ്പിക്കാൻ നിൽക്കുന്നു എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടാകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വിശ്വാസം വരുന്നത്. ശരിക്കും നമ്മളെ നശിപ്പിക്കാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് ഒരാൾ ഏറ്റുമുട്ടി നശിക്കണം. ഇൻഡയറക്ട്ലി ഇത് ചെയ്യാൻ വേണ്ടി കഴിയില്ല. സിനിമാ മേഖലയിലും വളരെ സജീവമായി ഇത്തരം ശത്രുദോഷമുണ്ട് എന്ന് ചിന്തിക്കുന്ന, ആഭിചാരമുണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. സമ്പന്നരായ ഒരുപാട് ആളുകളുടെ ഇടയിൽ ഇത്തരം കാര്യങ്ങളുണ്ട്. ഇത് ഇവർ വിശ്വസിക്കുമ്പോഴാണ് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകളും ഇത് വിശ്വസിക്കാൻ നിർബന്ധിതരായി മാറുന്നത്. ശരിക്കും ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ആഭിചാരം ചെയ്ത് ഒരാളെ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ ആദ്യം നശിപ്പിക്കപ്പെടേണ്ട ഒരാൾ ഞാനാണ്. ഇത്രയും വർഷമായിട്ട് എന്നെ അങ്ങനെ നശിപ്പിക്കാൻ ഈ ദുർമന്ത്രവാദികൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവായി വിശ്വസിക്കാതിരിക്കുക എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാൻ പറ്റൂ. വളരെ നന്ദി എന്തായാലും ഹരിപത്മനാഭൻ പ്രതികരിച്ചതിന്.